എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികൾക്ക് പ്രത്യേകിച്ച്, എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് എത്ര പേർക്ക് എന്നെക്കുറിച്ച് ധാരണയുണ്ടെന്നൊരു നിശ്ചയവും എനിക്കില്ല. കാരണം ഞാൻ ഈ അമ്മാവൻ വൈബിൻ്റെ ആളാണ്. പ്രായമായവർക്കൊക്കെയാണ് എന്നോട് പ്രത്യേകിച്ച് ഇഷ്ടമുള്ളത്. അതുകൊണ്ട് പിള്ളേർക്ക് എന്നെ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. ആ ഒരാശങ്ക പ്രസംഗിക്കാനിരിക്കുമ്പോൾ എനിക്കുണ്ട് താനും. എന്നാലും എന്നെ ക്ഷണിച്ചതിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. എൻ്റെ സുഹൃത്ത് വെങ്ങാനൂർ ബാലകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ സ്നേഹപൂർവമായ നിർബന്ധം, നിങ്ങളുടെ ചെയർമാൻ VK മോഹൻ സാറിൻ്റെ ആഗ്രഹം, അതുകൊണ്ടാണ് ഈ പരിപാടിക്ക് എത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ സുഹൃത്ത് ഡോക്ടർ അച്യുത് ശങ്കറിനെയും ഇപ്പോൾ സയ്യിദ് ഇബ്രാഹിമിനെയൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞു. അതുപോലെ ജോയിൻ്റ് രജിസ്ട്രാർ ദിലീപ് സാറിനെയൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞു. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, ലോകത്ത് കോടാനുകോടി ജനങ്ങൾ ജനിച്ചു പോകുന്നു. അവരിൽ ഒരാളെ നമ്മളും ജനിക്കുന്നു. പക്ഷെ നമുക്കൊക്കെ ഒരു ഡെസ്റ്റിനി ഉണ്ട്. ഞാൻ ഈ ഡെസ്റ്റിനിയെക്കുറിച്ച് പറയാൻ കാര്യം, എന്നോട് ചെയർമാനും കൂടെയുള്ളവരും ഒക്കെ ചോദിച്ചു, എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഒരു ഡെസ്റ്റിനി ഉണ്ട്. നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത്, നമുക്ക് ജീവിക്കാം, നമുക്ക് പഠിക്കാം, നമുക്ക് ജോലി ചെയ്യാം, നമുക്ക് കല്യാണം കഴിക്കാം, കുട്ടികളുണ്ടാവാം, പഠിപ്പിക്കാം, അതൊരു സ്വാഭാവികമായ വഴിയാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഓരോ വ്യക്തിക്കും ഓരോ ചുമതല ഉണ്ട്. അത് കണ്ടെത്തണം. കർമ്മം അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല. അതിനപ്പുറത്ത് ഓരോ വ്യക്തിയും ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ആ വ്യക്തി ചെയ്തു തീർക്കേണ്ടതായ, അല്ലെങ്കിൽ ആ വ്യക്തി മാത്രം ചെയ്യേണ്ടതായ ചില ജോലികളുണ്ട്. അത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം, കണ്ടെത്തണം. അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് ആത്മാർത്ഥമായി ചെയ്യാൻ വേണ്ടി എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും അതിനെ അതിജീവിക്കുകയും അതിനു വേണ്ടി കഠിന പ്രയത്നം ചെയ്യുകയും ചെയ്യുമ്പോഴേ നമ്മുടെ ജീവിതം പൂർത്തിയാവും. ഇപ്പം നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഹോമിയോ ഡോക്ടറാകാൻ തീരുമാനിക്കുന്നു. ഈ ഹോമിയോ ഡോക്ടറാകാനായിട്ട് ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന കുറച്ചു കുട്ടികളെങ്കിലും എൻട്രൻസ് പരീക്ഷ എഴുതിയപ്പോൾ മാർക്ക് കുറഞ്ഞതുകൊണ്ട് ഹോമിയോ ഡോക്ടറാവാൻ തിരഞ്ഞെടുത്തവരാവാം. ഞാൻ എല്ലാവരുമാണെന്ന് പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഡെസ്റ്റിനി ഇതായതുകൊണ്ടാണ് നിങ്ങൾ ഇതിലേക്ക് വന്നത് എന്ന് തിരിച്ചറിയുകയും ഇതിനെ സ്നേഹിക്കുകയും ഇതിൻ്റെ സാധ്യതകൾ അന്വേഷിക്കുകയും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങളുടേതായ ഒരു വഴി കണ്ടെത്തുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സക്സസ് ആവും. ഹോമിയോപ്പതിയുടെ മാത്രമുള്ളൊരു പ്രത്യേകത, അത് കൈപുണ്യം കൂടിയാണ്. ഇപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഡോക്ടർ യഹിയ, ആലുവക്കാരനാണ്, തിരുവനന്തപുരത്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്, ആലുവയിലും പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ യഹിയ ഡോക്ടറെ ആണ് എനിക്ക് ഹോമിയോപ്പതിയോട് ഒരു മതിപ്പ് തോന്നാൻ കാരണമായത്. ഞാൻ ഹോമിയോപ്പതിയുടെ ശാസ്ത്രം പഠിച്ചിട്ടോ ഹോമിയോപ്പതിയുടെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ടോ അല്ല, നേരെ മറിച്ച് യഹിയ ഡോക്ടറിലൂടെയാണ് എനിക്കത് ഇഷ്ടം തോന്നുന്നത്. അതിന് കാരണം, കോവിഡ് കാലത്ത് എൻ്റെ ഒരു ജീവിത രീതി എന്ന് പറയുന്നത്, ഇപ്പം എനിക്കങ്ങനെ പല പേരുദോഷങ്ങളും കിട്ടാറുണ്ട്, പല പട്ടങ്ങളും കിട്ടാറുണ്ട്. യഥാർത്ഥത്തിൽ അതൊന്നുമല്ല. എനിക്കൊരു മതമേ ഉള്ളൂ, എനിക്കൊരു വിശ്വാസമുള്ളത് ഫ്രീ സ്പീച്ചാണ്. പേഴ്സണൽ ലിബർട്ടിയിലും ഫ്രീ സ്പീച്ചിലും മാത്രം ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. ആരെ ഞാൻ പിന്തുണയ്ക്കുന്നു എന്നത്, ആര് കൂടുതൽ എതിർക്കപ്പെടുന്നതോ എന്നതിനനുസരിച്ചാണ്. ഇപ്പം എന്നെ പലരും സംഘി എന്ന് വിളിക്കും. വാസ്തവത്തിൽ BJPയോടോ RSSനോടോ അവരുടെ രാഷ്ട്രീയ ദർശനങ്ങളോടോ ഒരു താല്പര്യവും, പ്രത്യേകിച്ചൊരു താല്പര്യവും ഇല്ലാത്ത ആളാണ് ഞാൻ. പക്ഷേ അതിനെ വെറുക്കുന്നതും അതിനെ പിണക്കുന്നതും അതിനെക്കുറിച്ച് മോശം പറയുന്നതും ഒരു ഫാഷനായി നമ്മുടെ സമൂഹത്തിൽ വളർന്നപ്പോൾ എനിക്ക് അതിനോട് ഇഷ്ടം തോന്നി. അത് ആശയത്തോടുള്ള ഇഷ്ടമല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആളുകൾ വെറുക്കുന്നത്? ഇത് വെറുത്താലേ ശരിയാവൂ എന്ന് വിശ്വസിക്കുന്നത് എന്നതുകൊണ്ട് മാത്രമാണ് എൻ്റെ പിന്തുണ. അത് തന്നെയാണ് ചില ആളുകളോട് നമുക്ക് മതിപ്പ് തോന്നുന്നത്. ഇപ്പം കോവിഡ് കാലമായപ്പം CBI ജോലി ചെയ്യുന്ന എൻ്റെ ഒരു ഓഫീസർ ഡോക്ടർ യഹിയെ കാണാൻ പോകുന്നു, അദ്ദേഹത്തിൻ്റെ ചികിത്സയായി. അപ്പോഴാണ് എൻ്റെ സുഹൃത്ത് ഉണ്ണികൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, CBI ഇൻസ്പെക്ടറാണ്. അദ്ദേഹത്തോട് സംസാരിക്കുന്നു. വാസ്തവത്തിൽ കോവിഡ് ഇങ്ങനെ പടരുന്നു, എല്ലാവരും ഭയന്നിരിക്കുന്നു. അപ്പം ഈ യഹിയയ്ക്ക് മാസ്ക് ഇല്ല. അപ്പം യഹിയ ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഇൻസ്പെക്ടറോട് പറയുന്നു, വാസ്തവത്തിൽ ഹോമിയോ ആണെങ്കിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, 5 രൂപയുടെ മരുന്നേ ഉള്ളൂ അദ്ദേഹം പറയുന്നു. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ യഹിയോട് പറയുന്നു, എങ്കിലൊരു കാര്യം ചെയ്യൂ, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ നമ്പർ തരാം, ഷാജനസ്കറിയാന്നാണ്, അദ്ദേഹത്തെ ഒന്ന് കോൺടാക്ട് ചെയ്യൂ. എൻ്റെ മറ്റൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ദിവസം ആയിരക്കണക്കിന് മെസ്സേജുകൾ വരുന്നതുകൊണ്ട് എല്ലാം കാണാൻ പറ്റുമെന്ന് വരത്തില്ല. ഇനി കണ്ടാലും
മാറ്റിവെച്ചാൽ ചിലപ്പോൾ നീണ്ടുപോയെന്ന് വരും. ഇവിടെ വിജയിക്കുന്ന ആരാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നതിൽ റെഗുലർലി എന്നെ ഫോളോ അപ്പ് ചെയ്യുന്നവർക്ക്. അപ്പോൾ ഈ ഡോക്ടർ യഹിയോട് എനിക്ക് മതിപ്പ് തോന്നിയത് എന്താ വെച്ചാൽ നിരന്തരമായി എന്നെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ആദ്യം കണ്ടു, കുഴപ്പമില്ല, കൈകാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ആ തിരക്കിൻ്റെ ഇടയിൽ നടന്നില്ല. പക്ഷേ യഹിയ തുടർച്ചയായിട്ട് എന്നെ റിമൈൻഡ് ചെയ്തു. നാണം കാരണം ഇത്രയും കാലം ഒരാൾ എന്നോട് ആവശ്യപ്പെട്ടിട്ട് ചെയ്തില്ലോ എന്ന് ഓർത്ത് ഒരു ദിവസം ഇദ്ദേഹം പറയുന്നത് മെസ്സേജുകൾ മുഴുവൻ കേട്ട് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഹോമിയോപ്പതിയുടെ ശാസ്ത്രീയതയെക്കുറിച്ചുള്ള തർക്കത്തിലൊന്നും ഇടപെടാൻ താല്പര്യമില്ല. പക്ഷേ ഇദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് തോന്നി. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, സംസാരിച്ചു. അങ്ങനെ ഞാൻ ഈ കോവിഡ് കാലത്തെ ഹോമിയോ ചികിത്സയുടെ പ്രസക്തിയെക്കുറിച്ച് 1-2 വീഡിയോകൾ ചെയ്തു. ഇതെനിക്ക് തോന്നുന്നു കേരളീയ സമൂഹത്തിൽ വലിയ മാറ്റം വരുത്തിയെന്ന് തോന്നുന്നു. ഇതിനെ എതിർക്കുന്ന മുഖ്യമന്ത്രി പോലും ഞാൻ മനസ്സിലാക്കിയത് ഹോമിയോ മരുന്ന് കഴിച്ചാണ് അന്ന് ഈ കോവിഡ് പടരാതെ സംരക്ഷിച്ചെന്ന് ഞാൻ മനസ്സിലാക്കിയത്. പന്തളം നഗരസഭ ആദ്യമായി ഔദ്യോഗികമായി എല്ലാവർക്കും വിതരണം ചെയ്തു. പിന്നീട് ഇതൊരു തരംഗമായി മാറി. കോവിഡിനെ നിയന്ത്രിക്കുന്നതിൽ ഈ ആർസനിക് ആൽബം 30 ആണെന്ന് തോന്നുന്നു, ഇതിന് വലിയൊരു പങ്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഈ ഒരു ദൗത്യം എന്നെ കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ചതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ ഒരു ഇഷ്ടം കൊണ്ടാണ് ഹോമിയോക്കാരനെ വിളിക്കുന്നത്. നാളെ ഒരു സാഹചര്യം ഉണ്ടായ ചിലപ്പോൾ ഇവരൊക്കെ എൻ്റെ ശത്രുക്കളായിന്ന് വരാം. എങ്കിൽ പോലും തൽക്കാലം കുഴപ്പമൊന്നും തോന്നുന്നില്ല. പിന്നെ ജീവിതത്തിൻ്റെ ഒരു വെല്ലുവിളി ഞാൻ പറയുന്നത്, ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യത്തിൻ്റെ ഒരു വെല്ലുവിളി. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഒരു വിവാദത്തിലെ വില്ലനാണ് ഞാൻ. ആ വിവാദം എത്ര പേര് ശ്രദ്ധിച്ചെന്ന് എനിക്കറിയത്തില്ല. ഒരു ഡോക്ടർ എറണാകുളത്തെ ഒരു ആശുപത്രിയിൽ ഒരു ശസ്ത്രക്രിയ നടത്തുന്നു. ഈ ഡോക്ടർ വളരെ അറിയപ്പെടുന്ന ഡോക്ടറാണ്, ക്യാൻസർ വിദഗ്ധനാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യത്തോട് സംശയമൊന്നുമില്ല, വിദഗ്ധനാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു കുഴപ്പമേ ഞാൻ കണ്ടിരുന്നുള്ളൂ. അദ്ദേഹം ആയുഷിന് എതിരാണ്. അയാൾ ഹോമിയോയും ആയുർവേദവും ഒക്കെ തട്ടിപ്പാണ്, അവരെയെല്ലാം പിടിച്ച് ജയിലിലിടണമെന്ന് വിശ്വസിക്കുന്ന. അത് മാത്രമേ അദ്ദേഹത്തോട് എനിക്കൊരു വിരോധം തോന്നിയുള്ളൂ. നല്ല ക്യാൻസർ ചികിത്സകനാണ്. പക്ഷേ ഈ ഡോക്ടർക്ക് ഒരു കൈപ്പഴ പറ്റി. കൈപ്പഴയെന്നും പറയാൻ പറ്റത്തില്ല, അശ്രദ്ധ. അതായത് ഒരു രോഗി ഒരാശുപത്രി, തൃശ്ശൂരുള്ള ആശുപത്രിയിൽ ക്യാൻസർ ആണെന്ന് സംശയിച്ച് ചെല്ലുന്നു. അവിടുത്തെ ഡോക്ടർ പരിശോധിച്ച് അദ്ദേഹം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്. അദ്ദേഹം ഒരു സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ചെല്ലുന്ന. പരിശോധിച്ചപ്പോൾ ക്യാൻസർ ആണ് എന്ന നിഗമനത്തിലെത്തുന്നു. ബയോപ്സിക്ക് വേണ്ടിയിട്ട് അവിടെയുള്ള ഒരു ജീവ എന്ന് പറയുന്ന ഒരു ലാബിലേക്ക് അയക്കുന്നു. ലാബിൽ എടുത്ത സാമ്പിള് ഒരു പാത്തോളജിസ്റ്റ്, അദ്ദേഹവും പ്രശസ്തനായ പാത്തോളജിസ്റ്റാണ്, ഗോപിനാഥൻ എന്ന പേര്. ഈ ഡോക്ടർ ഗോപിനാഥൻ ഇത് ക്യാൻസർ ആണ് എന്ന് സ്ഥിരീകരിക്കുന്നു, ബ്രസ്റ്റ് ക്യാൻസർ ആണ് എന്ന് സ്ഥിരീകരിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന ശാന്തി ഹോസ്പിറ്റലിൽ ഡോക്ടർ പോൾ, മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പോളിൻ്റെ ശസ്ത്രക്രിയ തീരുമാനിക്കുന്നു. ഈ ഷീജ എന്ന് പറയുന്ന രോഗി ഒരിക്കൽ കൂടി ചെക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നു. എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ എപ്പോഴും പറയുന്നു, ഒരു രോഗം വന്നാൽ പ്രത്യേകിച്ച് ഈ മോഡേൺ മെഡിസിൻ്റെ ചികിത്സയ്ക്ക് പോകുന്നതിന് മുമ്പ് രണ്ടാമതൊരാളോട് പരിശോധിക്കണം. ഹോമിയോക്കെയാണെങ്കിൽ കുഴപ്പമില്ല, പാർശ്വഫലമില്ല, ചെലവുമില്ല. മറ്റേ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം പോയെന്ന് വരും, 5-6 ലക്ഷം രൂപയും പോയെന്ന് വരും, ചിലപ്പോൾ അസുഖം കാണത്തില്ല. അതുകൊണ്ട് ഒരാൾ പറയുന്നത് കേട്ടാൽ ഒരിക്കലും പോകരുത്. എന്തായാലും ഈ ഷീജ എന്ന് പറയുന്ന രോഗി ഒരിക്കൽ കൂടി കൺസൾട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ക്യാൻസർ വിദഗ്ധൻ എന്ന നിലയിൽ ഡോക്ടർ VP ഗംഗാധരനെ കാണാൻ തീരുമാനിക്കുന്നു. ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി നല്ല ആശുപത്രിയാണ്, ചെലവ് കുറഞ്ഞ ക്യാൻസർ ചികിത്സയുള്ള നല്ല ആശുപത്രിയാണ്. അങ്ങനെ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പോയി ഡോക്ടർ VP ഗംഗാധരനെ കാണുന്നു. അദ്ദേഹം ക്യാൻസർ ആണെന്ന് സംശയിക്കുന്നെങ്കിൽ പോലും നമുക്ക് ഒരിക്കൽ കൂടി ആ സാമ്പിള് ബയോപ്സി ചെയ്യാം എന്ന് തീരുമാനിക്കുന്നു. അതേസമയം ക്യാൻസർ ആകണേ എന്ന നിഗമനത്തിൽ ഓപ്പറേഷന് തീയതി തീരുമാനിക്കുന്നു. ബയോപ്സി, തൃശ്ശൂരിലെ ബയോപ്സി അതേ സാധനം വീണ്ടും എടുത്ത് ലേക്ക് ഷോർ ആശുപത്രിയിലേക്ക് ബയോപ്സിക്ക് അയക്കുന്നു. ലേക്ക് ഷോർ ആശുപത്രി ബയോപ്സിക്ക് അയക്കുന്ന അത് ഒരു 13-ാം തീയതി ബയോപ്സിയുടെ റിസൾട്ട് കിട്ടുന്നു. ഈ സഹകരണ ആശുപത്രിയിൽ ഡോക്ടർ ഗംഗാധരനാണോ കിട്ടിയത്, ആർക്കാണെന്ന് അറിയത്തില്ല. പക്ഷേ സമാന്തരമായി ഈ ഓപ്പറേഷൻ്റെ തീയതി 17-ാം തീയതി തീരുമാനിച്ചിരുന്നു. ഈ 17-ാം തീയതി ഡോക്ടർ ജോജോ V ജോസഫ് എന്ന് പറഞ്ഞ ഞാൻ ആദ്യം പറഞ്ഞ കാരിത്താസിലെയും ക്യാൻസർ വിദഗ്ധൻ ഓപ്പറേഷൻ ചെയ്യുകയാണ്. പക്ഷെ 13-ാം തീയതി ഈ ക്യാൻസർ ഇല്ല എന്നുള്ള ബയോപ്സി റിസൾട്ട് വരികയാണ്. ഈ റിസൾട്ട് ഡോക്ടർ ജോജോ കണ്ടില്ല. ഡോക്ടർ ജോജോ കാണാതെ പോയത് ഒരുപക്ഷെ ഡോക്ടർ ജോജോയുടെ കുഴപ്പമാകാൻ സാധ്യതയില്ല, ആശുപത്രിയുടെ കുഴപ്പമാകാം, അല്ലെങ്കിൽ ഡോക്ടർ ഗംഗാധരൻ്റെ കുഴപ്പമാകാം, ഫയലിൽ ഇല്ലാതായതാവാം, നമുക്കറിയില്ല. പക്ഷെ ജോജോ ഇത് കണ്ടില്ല. ഡോക്ടർ ജോജോ തൃശ്ശൂരിലെ ക്യാൻസർ ഉണ്ട് എന്ന റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 17-ാം തീയതി ഒരു സ്ഥലം മുറിച്ചു മാറ്റുന്നു. അതിന് 4 ദിവസം മുമ്പ് ലേക്ക് ഷോറിൽ നിന്നും ക്യാൻസർ ഇല്ല എന്നുള്ള ബയോപ്സി ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ പിന്നീട് എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട്
ഈ ബയോപ്സി റിസൾട്ട് ഈ രോഗിയുടെ വീട്ടുകാർ കാണുന്നു. അപ്പോൾ ക്യാൻസർ ഇല്ല എന്ന് എഴുതി തിരിച്ചറിയുന്നു. ഇവർ ഒരിക്കൽ കൂടി ആ സാമ്പിൾ എടുത്ത് തൃശ്ശൂർ അമല മെഡിക്കൽ കോളേജിൽ കൊണ്ട് പരിശോധിക്കുന്നു. ക്യാൻസർ ഇല്ല എന്ന് തിരിച്ചറിയുന്നു. അതായത് ഈ സാമ്പിൾ ലേക്ക് ഷോറിലും ക്യാൻസർ ഇല്ല, അമലയിലും ക്യാൻസർ ഇല്ല. പക്ഷേ ക്യാൻസർ ഇല്ലാത്ത ഈ പേഷ്യൻറ്റിൻ്റെ സ്തനം, വലത് സ്തനം നേരത്തെ മുറിച്ചു കഴിഞ്ഞു. ഇതാണ് സംഭവിച്ചത്. ഇവരിത് കേരളത്തിലെ മാധ്യമങ്ങളെ അറിയിക്കുന്ന ആരും കൊടുക്കുന്നില്ല. അപ്പം എന്തുകൊണ്ട് ഇത്രയും വൈകി എന്ന് പലരും ചോദിക്കുന്നുണ്ട്. വൈകാൻ കാരണം ഇവർ പലയിടത്തും കൊടുത്തു, ആരും അറിഞ്ഞില്ല. അങ്ങനെ പലയിടത്തും പോയി അവരറിഞ്ഞു കേട്ടു, ഞങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ അടുത്തെത്തിയപ്പോൾ ഇപ്പം എത്ര സമയമായി. ഞങ്ങളുടെ റിപ്പോർട്ടർ പോയി പരിശോധിച്ചു, കണ്ടു, ഡോക്ടറോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഡോക്ടറോട് സംസാരിക്കണം. ഡോക്ടർ വളരെ എനിക്കതിലാണ് ആ സംഭാഷണം കേട്ടപ്പോഴാണ് വളരെ വിഷമം തോന്നി. കാരണം വളരെ ഈസി ആയിട്ട് രണ്ട് കാര്യങ്ങൾ എന്നെ വേദനിപ്പിക്കുന്നത് പറഞ്ഞു. ഒന്ന്, രോഗി ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ സ്ഥലം മുറിച്ചത്. അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഞാൻ പറഞ്ഞതാണ് സ്ഥാനം മുറിക്കേണ്ട ആവശ്യമില്ലെന്ന്, പക്ഷെ രോഗി ആവശ്യപ്പെട്ടതുകൊണ്ട് മുറിച്ചെന്ന് പറഞ്ഞു. അതെങ്ങനെ ഒരു ഡോക്ടർക്ക് ചെയ്യാൻ പറ്റും? ആവശ്യമില്ലാത്ത ഒരു ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റും? അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. രണ്ട്, ഡോക്ടർ പറഞ്ഞു എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന റിസൾട്ട് അനുസരിച്ച് ക്യാൻസർ ഉണ്ട്, പിന്നെ വേറൊന്നും എനിക്ക് നോക്കേണ്ട കാര്യമില്ല. ഇത് വളരെ പ്രകോപനകരമായിരുന്നു. ആ സംഭാഷണം അടക്കം ഞങ്ങൾ കൊടുത്തു. പക്ഷേ പിന്നീട് അങ്ങോട്ട് വിവാദമായി. എന്താണെന്നറിയോ, ഞാൻ ഹോമിയോയെ പിന്തുണയ്ക്കാറുണ്ട്, പ്രകൃതി ചികിത്സയെ പിന്തുണയ്ക്കാറുണ്ട്. അതുകൊണ്ട് ഹോമിയോ, ആയുർവേദ, പ്രകൃതി ചികിത്സ മാഫിയ ശസ്ത്രക്രിയയ്ക്ക് പണം കൊടുത്ത് മോഡേൺ മെഡിസിനെ മോശമാക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഒരാഴ്ചയായി സോഷ്യൽ മീഡിയയിൽ യുദ്ധം നടക്കുക. ഇതിലെനിക്ക് ഒരു വിഷമവും ഇല്ല. കാരണം ഞാൻ ഈ മാഫിയായും പണം വാങ്ങലൊക്കെ ഒരുപാട് കാലമായിട്ട് കേൾക്കുന്നതാണ്. പക്ഷെ പണം വാങ്ങി എന്നൊരാരോപണം അദ്ദേഹം ആദ്യം പറഞ്ഞു കുഴപ്പമില്ല. ഒടുവിൽ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ, വലിയ അറിയപ്പെടുന്ന ഡോക്ടറാണ്, ഒരുപാട് ആരാധകരുള്ള ആളാണ്, ഫേസ്ബുക്കിൽ കുറിപ്പിട്ട് എന്നോട് പണം ചോദിച്ചു, കൊടുത്തില്ല, അതുകൊണ്ടാണ് എഴുതിയെന്ന്. ഞാൻ വെറുതെ വിടുന്ന ആരെങ്കിലും കരുതുന്നുണ്ടോ? ഞാൻ ബാക്കി എല്ലാം ക്ഷമിക്കും. സംഖ്യ എന്ന് വിളിച്ചോട്ടെ, സുഡാപ്പി എന്ന് വിളിച്ചോട്ടെ, തല്ലുകൊള്ളി എന്ന് വിളിച്ചു, പക്ഷെ പണം വാങ്ങി ചെയ്തു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ വെറുതെ വിടില്ല. ഞാൻ ഡോക്ടറോട് 10 ലക്ഷം രൂപ ചോദിച്ചുള്ളൂ നഷ്ടപരിഹാരം. ഞാൻ അദ്ദേഹത്തോട് ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മാപ്പ് പറയണം, പണം ചോദിച്ചു എന്നുള്ളത് ഞാനൊരു വികാരഭരിതമായി പറഞ്ഞു പോയതാണ്, ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ തീരാമില്ല, ഞാൻ കേസ് നടത്തും. ഞാൻ ഒരുപാട് പേർക്കെതിരെ അങ്ങനെ കേസ് നടത്തുന്നുണ്ട്. പണം ചോദിച്ചു എന്ന് പറയുന്നവർക്ക് ഞാൻ കേസ് നടത്തുന്നുണ്ട്. കാരണം അത്രയേറെ സ്ട്രഗിൾ ചെയ്താണ് എൻ്റെ ഡെസ്റ്റിനി തിരിച്ചറിഞ്ഞിട്ട് ഞാൻ ഈ പണി ചെയ്യുന്നത്. അത്രയേറെ സ്ട്രഗിൾ ചെയ്ത്. വളരെ എളുപ്പമാണ് നമ്മുടെ സമൂഹത്തിൽ കയ്യടി നേടാൻ, പക്ഷെ അത്ര എളുപ്പമല്ല ശത്രുക്കളെ സമ്പാദിച്ച് ജീവിക്കാൻ. നിസ്സാരമല്ല. നമ്മുടെ ഈ സംവിധാനങ്ങളൊക്കെ സത്യത്തിനെതിരാണ്. ഈ സംവിധാനങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് നമ്മളെ പൂട്ടിക്കെട്ടാൻ നോക്കും, നമ്മളെ ശരീരം കൊണ്ട് ഉപദ്രവിക്കാൻ നോക്കും, നമ്മളെ മാനസികമായി തകർക്കാൻ നോക്കും, നമ്മളെക്കുറിച്ച് പറയാവുന്ന കഥകളൊക്കെ പറയും. ഈ കഥകൾ കേൾക്കുമ്പോൾ, തുടർച്ചയായി ആളുകൾ കേൾക്കുമ്പോൾ കുറച്ചു പേരെങ്കിലും ശരിയാണെന്ന് വിശ്വസിക്കും. എനിക്ക് വളരെ വിഷമമുണ്ട്. കാരണം എൻ്റെ ഏറ്റവും വലിയ വിഷമം ജീവിതത്തിൽ, ഞാൻ എല്ലായിടത്തും പറയുന്നതാണ്, എന്നെ പലരും മുസ്ലിം വിരോധി എന്ന് വിളിക്കുക. എനിക്ക് അത്ഭുതമാണ്. ഞാനൊരു ദൈവവിശ്വാസിയാണ്, പക്ഷെ എൻ്റെ ദൈവത്തിന് മതമില്ല. എൻ്റെ ദൈവത്തിന് മതമില്ല. മതമില്ലാത്ത ദൈവത്തിൽ വിശ്വസിക്കുന്ന എനിക്ക് എങ്ങനെ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി അയാളുടെ മതത്തിൻ്റെ പേരിൽ വെറുക്കാൻ പറ്റും? ഒരിക്കലും പറ്റത്തില്ല. പക്ഷേ ഇസ്ലാമിൻ്റെ മറുപുറം, അത് റിലീജിയസ് ഇസ്ലാമിൻ്റെ അല്ല, പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ മറുപുറത്തെ ഞാൻ എതിർക്കും. അതുകൊണ്ട് ഞാൻ മുസ്ലിം വിരോധിയാണെന്ന് പറഞ്ഞ് എനിക്ക് വലിയ വിഷമമുണ്ട്. പക്ഷെ ഈ ആരോപണങ്ങൾക്കിടയിലും നമ്മൾ സത്യം പറഞ്ഞു പോകുമ്പോൾ തിരിച്ചറിയുന്ന സാധാരണ മനുഷ്യരുണ്ട്. അവരുടെ ബലമാണ് നമ്മുടെ ബലം. നമ്മൾ വിചാരിക്കും, അപ്പം എനിക്ക് 131 കേസിലെ പ്രതിയാണ്. 131 കേസിലെ പ്രതിയാണ് ഞാൻ. ഈ അടുത്ത കാലത്താണ്, ഇപ്പം 2-3 എണ്ണം കൂടി ഈ ദിവസങ്ങൾ വരും, എണ്ണം കൂടും. ഇതിൽ മിക്കതും പകുതിയോളവും ജാമ്യമില്ല വകുപ്പുകളാണ്. പക്ഷെ ഒരു ദിവസം പോലും ദൈവാനുഗ്രഹം കൊണ്ട് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടില്ല. കാരണം എന്നെ ഒരു കള്ളക്കേസ് കുടുക്കി ജയിലിൽ അടക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഇവർക്കുള്ളൂ. അതിനെ അതിജീവിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാനിപ്പോഴും വിദേശത്തേക്ക് യാത്ര ചെയ്യണമെങ്കിൽ 6 കോടതികളുടെ അനുമതി വേണം. എൻ്റെ പാസ്പോർട്ട് കോടതികളിലാണ്. ഞാൻ ഈ 6 കോടതികളുടെ അനുമതി വാങ്ങി ഞാൻ വിദേശത്ത് പോകുന്ന ആളെ. എന്തുകൊണ്ടാണെന്നറിയാമോ? ഫൈറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഭാഗമാണിതെന്ന് തിരിച്ചറിഞ്ഞ് അത് ചെയ്യുന്നു. അല്ലാതെ വളരെ എല്ലാ വഴികളും സ്മൂത്താണെങ്കിൽ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ തോന്നത്തില്ല. നമ്മൾ കരുതുന്ന സർക്കാരിൻ്റെ യുദ്ധം പോട്ടെ, കളങ്കിതരായ മനുഷ്യർ. ഞാൻ വളരെ സങ്കടത്തോടെ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. മലയാളികളിൽ 3.5 കോടി മലയാളികൾ 3-ൽ 2 പേരും ഏതാണ്ട് 2-2.5 കോടി ജനങ്ങളും ഏതെങ്കിലും തരത്തിലുള്ള ഒരു തട്ടിപ്പിന് ഇരയായിട്ടുള്ളവരായിരിക്കും.
മലയാളികളിൽ 2 പേരും ഏതെങ്കിലും തരത്തിലുള്ള ഒരു തട്ടിപ്പിന് ഇരയായവരായിരിക്കും. നമ്മളെ തട്ടിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്ന എങ്കിലും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോലും ചിലപ്പോൾ ആളുകൾ കാശ് അടിച്ചുകൊണ്ട് പോകും. എന്നെ ഒരു സ്വാമി കഴിഞ്ഞ ദിവസം വിളിച്ചു. എന്തോ ഒരു ചോദ്യം വന്നു, സ്വാമി എറിഞ്ഞു, സ്വാമിയുടെ ബാങ്ക് അക്കൗണ്ടിലെ കാശ് മുഴുവൻ പോയി. ഏതെങ്കിലും തരത്തിൽ അതിൽ ഏറ്റവും വലിയ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ, ഞാൻ കണ്ട തട്ടിപ്പുകളിൽ ഏറ്റവും സങ്കടകരമായ തട്ടിപ്പ് ഈ പാതിവില തട്ടിപ്പാണ്. ഈ അടുത്ത കാലത്തുണ്ടായ പാതിവില തട്ടിപ്പുണ്ടല്ലോ, അത് ഏറ്റവും സങ്കടകരമായ തട്ടിപ്പ്. സാധാരണ തട്ടിപ്പിന് ഇരയാകുന്ന ആളുകൾ കയ്യിൽ കൂടുതൽ പണമുള്ളവരാണ്. അച്ചിരി പോയാലും സാരമില്ല, കിട്ടിയാൽ കൊള്ളാം എന്ന് കരുതുന്നവരാണ്. പക്ഷേ ഈ പാതിവില തട്ടിപ്പിൻ്റെ യഥാർത്ഥ ഇരകൾ ആരാന്നറിയാമോ? പ്രതികളായിരിക്കുന്ന ഈ ലോക്കൽ സന്നദ്ധ സംഘടനാ നേതാക്കളുണ്ട്. പലരുടെ സങ്കടം കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ പാവപ്പെട്ട മനുഷ്യർക്ക് സഹായം ആയിക്കോട്ടെ, ഒരു സ്കൂട്ടർ പകുതി വിലയ്ക്ക് കിട്ടുമെങ്കിൽ ആയിക്കോട്ടെ എന്നോർത്ത് അന്ന് വരെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച കുറേ മനുഷ്യരുണ്ട്. ആ മനുഷ്യരെ അവരുടെ പ്രാദേശികമായി ഈ പ്രസ്ഥാനത്തിൽ ചേർന്ന് സ്കൂട്ടർ കൊടുക്കുക അല്ലെങ്കിൽ തയ്യൽ മെഷീൻ കൊടുക്കുക എന്ന് ഓർത്ത് ചേർന്നിട്ട് അവസാനം തട്ടിപ്പ് അത് തിരിച്ചറിയുമ്പോൾ അവരനുഭവിക്കുന്ന വേദനയുണ്ട്. അത് ഈ പാവങ്ങളുടെ പണമാണെന്ന് ഓർക്കണം. ഏറ്റവും വലിയ തട്ടിപ്പ് കേരളം കണ്ട ഈ പാതിവില തട്ടിപ്പാണ്. എന്നാൽ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ തട്ടിപ്പ് ഈ നിക്ഷേപ തട്ടിപ്പുകൾ. എല്ലാവരും നിക്ഷേപമാണ്, പഴുതുകൾ തപ്പി നടക്കുക. ഇപ്പം ഞാൻ പറയാം, നമ്മുടെ നാട്ടിലെ ഒരു വലിയ ചാനൽ മുതലാളി, ഇപ്പോൾ വലിയ ചാനൽ മുതലാളിയാണ്, നടത്തിയ തട്ടിപ്പുകളുടെ കഥകൾ ഞെട്ടിക്കുന്നതാണ്. ഞാൻ കഴിഞ്ഞ കുറേ ദിവസമായി ആ തട്ടിപ്പുകളുടെ പിന്നാലെയാണ്. എനിക്ക് തന്നെ ഞെട്ടിപ്പോ. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും മഹാന്മാരായി അറിയപ്പെടുന്ന കുറേ ആളുകൾ തട്ടിപ്പിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് ജീവിക്കുന്നവരാണ്. എത്ര കോടികളാണ് തട്ടിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ അദ്ദേഹത്തിൻ്റെ തട്ടിപ്പിന് ഇരയായ ഒരു മുൻ മന്ത്രിയെ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചു, മഞ്ഞലാംകുഴി അലി. അദ്ദേഹം ഭയങ്കര ചിരിയാണ്. ഞാൻ ചോദിച്ചു, എന്താ ഇത്രമാത്രം ചിരിക്കുന്നേ? അപ്പോൾ എൻ്റെ പൊന്നു ഷാജ, കഴിഞ്ഞ 10 വർഷമായി എൻ്റെ ഒരു വേദന. ഞാനൊരു മന്ത്രിയായിരുന്നു, MLA ആയിരുന്നു, ബിസിനസ്സുകാരനാണ്. എന്നിട്ട് എൻ്റെ 18 കോടി ഇവൻ പറ്റിച്ചോണ്ട് പോയല്ലോ എന്നോർത്ത് വേദനയും നിരാശയും. പണം പോയതിലല്ല, പണം ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ പറ്റിക്കപ്പെട്ടല്ലോ എന്നോർത്തുള്ള വേദനയിലാണ് കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ ഇതുകൊണ്ട് ഭയങ്കര സന്തോഷം. ഒരു സർക്കാരിനെ പറ്റിച്ചു, ഒരു പാർട്ടിയെ പറ്റിച്ചു, ഈ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചിരിക്കുന്നു. ഇവരെല്ലാം പറ്റിക്കപ്പെട്ടപ്പോൾ പിന്നെ ഞാൻ പറ്റിയതിൽ എനിക്ക് വിഷമമില്ല, അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞു. നമ്മുടെ നാടിൻ്റെ അവസ്ഥയാണ്. എന്നിട്ട് ഇവരൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നറിയാമോ? നമ്മൾ ഗുണ്ടകളും സെറ്റപ്പും കോർട്ടും പോലീസൊക്കെ പോട്ടെ, നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിൽ ഏറ്റവും അധികം എന്നെ ഉപദ്രവിക്കുന്നത് സമ്പന്നരായ തട്ടിപ്പുകാരാണ്. കാരണം അവരുടെ സാമ്രാജ്യം തകർക്കുന്നു എന്നുള്ള ഭയം അവർക്കുള്ളത്. കേരളത്തിലാണെങ്കിൽ കുഴപ്പമില്ല, തമിഴ്നാട്ടിലെ, കർണാടകയിലെ, മഹാരാഷ്ട്രയിലെ, ഡൽഹിയിലെ, UP യിലെ, രാജസ്ഥാനിലൊക്കെ കേസ് കൊണ്ട് കൊടുക്കും. നമ്മളിതിനെ പുറകെ പോകണം. ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളും തകർക്കാൻ ശ്രമിക്കുമ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ നുണകൾ പറയുമ്പോഴും ഒക്കെ പിടിച്ചു നിൽക്കാൻ ധൈര്യം നൽകുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ ഡെസ്റ്റിനി ഇതാണ്, ഇത് ഞാൻ മാത്രം ചെയ്യാനാണ് പ്രകൃതി നിശ്ചയിച്ചിരിക്കുന്നത്, ഞാനിത് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഗ്യാപ്പ് ഈ ഭൂമിയിലുണ്ടാവും, ഈ ഗ്യാപ്പ് ഈ നാട്ടിലുണ്ടാവും എന്ന തിരിച്ചറിവിൻ്റെ പുറത്ത് നമ്മൾ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഇടയിൽ ഓർക്കണം, ഇപ്പം മറ്റു പലർക്കും, ഞാൻ അച്യുശങ്കരനൊക്കെ അദ്ദേഹം പ്രസംഗിക്കാനും ക്ലാസ് എടുക്കാനും ഒരുപാട് പോകും. പക്ഷെ അവർക്കൊക്കെ അവധിയെടുത്ത് പോകാം ചെയ്യുന്ന പണിയിൽ. എനിക്കത് പറ്റില്ല. ഞാൻ ഇന്നിവിടെ 9 മണിക്ക് എത്തണമെന്ന് എന്നോട് വെങ്ങാനൂർ പറഞ്ഞു. വെങ്ങാനൂർ ഞാൻ പറഞ്ഞാൽ പലതവണ പറ്റുമെങ്കിൽ ഒഴിവാക്കണം. അപ്പോൾ എന്നോട് വെങ്ങാനൂർ പറഞ്ഞു, മോഹനൻ സാറിന് ഭയങ്കര ആഗ്രഹമാണ് ഞാൻ വരണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ശരി വരാം. ഈ 9 മണിക്ക് ഇവിടെ ഇറങ്ങണമെങ്കിൽ 7 മണിക്ക് എനിക്ക് ഇറങ്ങണം തിരുവനന്തപുരത്ത് നിന്ന്. 7 മണിക്ക് ഇറങ്ങാൻ വേണ്ടി ഞാനിന്ന് 3:30 മണിയായപ്പോൾ ഓഫീസിൽ പോയി. രാവിലെ 3:30 മണിക്ക് ഓഫീസിൽ പോയി. ഞാൻ ഇന്ന് ചെയ്യേണ്ട ജോലികളും ഇന്ന് ചെയ്യേണ്ട വീഡിയോകളും ചെയ്ത് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ 7 മണിക്ക് ഇറങ്ങിയത്. ഇപ്പം ഞാൻ പ്രസംഗിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ വരുന്നുണ്ടാവും. ഞാനൊരു 6 വീഡിയോ ഒരു ദിവസം ചെയ്യാറുണ്ട് മറ്റു പണികൾക്കൊപ്പം. അത് നടക്കും, അതിന് മുടക്കം വരത്തില്ല. അപ്പം ഈ ഉത്തരവാദിത്വത്തിനിടയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്, കുട്ടികളെ, എൻ്റെ മഹാത്മ്യം പറയാനല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്ന ഒരൊറ്റ കാര്യമാണ്, നമ്മൾ നമ്മുടെ ഡെസ്റ്റിനി തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഒന്നും തളർത്തത്തില്ല. ഒരുപാട് പ്രശ്നം ഉണ്ടാവും. ഈ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് നമ്മൾ മാത്രമേ കാണൂ എന്ന് തിരിച്ചറിയുക. ഞാൻ എല്ലാവരോടും, നിങ്ങളിനി ജീവിതത്തിലേക്ക് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ജീവിതത്തിൻ്റെ മുമ്പോട്ട് പോകുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമുക്ക് നമ്മൾ മാത്രമേ കാണൂ. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ സ്വപ്നമാണ്. നമ്മുടെ വീട്ടുകാരുണ്ടാവും, നമ്മുടെ കുടുംബം ഉണ്ടാവും, നമ്മുടെ കൂട്ടുകാർ, ഇതൊക്കെ നമ്മുടെ പ്രതീക്ഷയും സ്വപ്നവുമാണ്. ഒരു വലിയ പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ മാത്രമേ നമ്മൾ തിരിച്ചറിയൂ നമ്മൾ മാത്രമേ നമുക്കുള്ളൂ എന്ന്. അതുവരെ നമുക്കെല്ലാവരും ഉണ്ടാവും. നമ്മളൊരു വലിയ പ്രതിസന്ധി ചെന്ന് പെടുമ്പോൾ നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ ഭാര്യയും നമ്മുടെ ഭർത്താവും നമ്മുടെ മക്കളുമൊക്കെ എന്തിനാണ് ഈ പണിക്ക് പോയേ എന്ന് ചോദിക്കാം. അതുകൊണ്ട് ഇനിയെങ്കിലും മര്യാദയ്ക്ക് ഇരിക്കൂ എന്ന് പറയാം.
നമുക്കങ്ങനെ മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റുമെന്ന് വരത്തില്ല. മര്യാദയ്ക്ക് ഇരിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഡെസ്റ്റിനി. അതുകൊണ്ട് നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവൂ എന്ന് വിചാരിച്ച് ഉത്തമ ബോധ്യത്തോടുകൂടി ധൈര്യമായി നീതിപൂർവമായി ചെയ്യാനുള്ളത് ചെയ്താൽ ജീവിതത്തിൽ പരാജയപ്പെടത്തില്ല. ഒരു കാര്യം തിരിച്ചറിയുക, തൊഴിലില്ലായ്മ എന്ന് പറയുന്ന ഒരു സങ്കല്പം മാത്രമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയൊരു കാര്യം, എന്തെങ്കിലും ഒരു പണി കൃത്യമായി ചെയ്യാൻ അറിയാവുന്ന ആർക്കും പട്ടിണി കിടക്കേണ്ടി വരത്തില്ല. ജീവിതത്തിൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഒന്ന് ആരോഗ്യം നിലനിർത്തണം. ആരോഗ്യം വേണം. ഈ ആരോഗ്യം ഏറ്റവും കുഴപ്പമുണ്ടാക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അറിവുള്ള ആളല്ല, മരുന്ന് പരമാവധി കുറയ്ക്കുന്നിടത്താണ് ആരോഗ്യം നിലനിൽക്കുന്നത്. പരമാവധി മരുന്നുകൾ ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ ആരോഗ്യം മാത്രം ശ്രദ്ധിക്കുക, സത്യസന്ധമായി മുമ്പോട്ട്. എന്തെങ്കിലും ഒരു പണി, നിങ്ങൾക്ക് അടുക്കള പണി ചെയ്യാൻ അറിയാം, നിങ്ങൾക്ക് മേസ്തിരി പണി ചെയ്യാൻ അറിയാം. ഞാൻ ഇന്നിങ്ങ് വന്നപ്പം ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയത് മാർത്താണ്ഡത്ത് ചിത്ര എന്ന് പറയുന്ന ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലാണ്. എന്നോട് വെങ്ങാനൂറാണ് പറഞ്ഞത്. ഞാൻ അവിടെ ചെന്ന് നിർത്തിയപ്പം എനിക്ക് ശ്രദ്ധിച്ച രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആ ഒരു സെക്യൂരിറ്റിക്കാരൻ ഓടി വരുന്ന ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ ഓടി വന്ന് ആ വണ്ടി പുറകോട്ട് കാണിച്ച് ഡോറ് തുറന്ന് സഹായിക്കുന്നു. തിരിച്ചു വന്നപ്പോഴും അയാൾ ഓടി വന്ന് നമ്മളെ വഴിയിലിറക്കി വിടുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. ഞാൻ 20 രൂപയെ കൊടുത്തുള്ളൂ അയാൾക്ക്. പക്ഷെ എങ്കിൽ പോലും ആ 20 രൂപ കിട്ടുമ്പം അയാൾക്ക് 20 രൂപ അയാൾക്കാൾ കൂടുതലൊരു സന്തോഷം ഉണ്ടാവും. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, മറ്റുള്ളവർക്ക് ഇങ്ങനെ ഒരു സന്തോഷം, പ്രത്യേകിച്ച് നന്മ കാണുമ്പോൾ അയാളുടെ ജോലിയെ ചെയ്ത്. തിരുവനന്തപുരത്ത് LICയുടെ ഓപ്പോസിറ്റ് ഞാൻ എല്ലാ ദിവസവും 20 രൂപ കൊടുക്കുന്നൊരു സെക്യൂരിറ്റിക്കാരനുണ്ട്. തിരുവനന്തപുരത്ത് LICയുടെ ഓപ്പോസിറ്റ് സ്ക്വയർ വൺ എന്ന് പറയുന്ന ഒരു ചെറിയൊരു സ്ഥാപനമുണ്ട്, ഒരു ഫുഡിൻ്റെ സപ്ലൈ. അത് ഈ സ്ത്രീകൾ നടത്തുന്നതാണ്, നല്ല ഫുഡാണ്. സ്ക്വയർ വണി ചായ കുടിക്കാൻ പോകും, വളരെ കുറച്ച് പാർക്കിംഗ് സ്ഥലമേ ഉള്ളൂ. പക്ഷേ ആര് വന്നാലും അടുത്ത സെക്യൂരിറ്റിക്കാർ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് യൂണിഫോം ഒക്കെ ഇട്ട് പാർക്കിംഗ് ഒരുക്കി കൊടുക്കും, വഴി സെറ്റ് ചെയ്ത് കൊടുക്കും. അയാളുടെ ആ ജോലിയോടുള്ള ആത്മാർത്ഥതയെ നമ്മൾ അംഗീകരിക്കുന്നു. അയാളുടെ വർത്താനം പറയുന്നു, അയാൾക്ക് 20 രൂപ കൊടുക്കുന്നു, സന്തോഷമാണ്. ഒരിക്കലും അയാളെ കാണാനില്ല. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അല്ല, നിങ്ങൾ എന്നും എനിക്ക് 20 രൂപ തരുന്നു, അത് വേണ്ട. അപ്പോൾ ഞാൻ പറയുന്നത്, എന്തു ജോലിയും നമ്മൾ ആത്മാർത്ഥമായി ചെയ്താൽ നമുക്ക് ജീവിക്കാം. പക്ഷേ എന്തെങ്കിലും ഒരു പണി അറിയണം. നമ്മുടെ ഇപ്പോഴത്തെ കുഴപ്പം എന്താണെന്നറിയോ? ഭൂരിപക്ഷം മനുഷ്യർക്ക് ഒന്നും അറിയില്ല. ഹോമിയോപ്പതിയൊക്കെ പഠിക്കും, പക്ഷേ ആത്മാർത്ഥമായി ചികിത്സിക്കാൻ അറിയില്ല. ജേർണലിസം പഠിക്കും, പക്ഷേ ജേർണലിസം ചെയ്യാൻ അറിയില്ല. മേസ്തിരിപ്പണിയാന്ന് പറയും, മേസ്തിരിപ്പണി ചെയ്യാൻ അറിയില്ല. അറിയണമെങ്കിൽ അതിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്ത് അതിന് ഭംഗിയാവാൻ, അതിന് മാറ്റം ഉണ്ടാകാൻ, അതിന് റിസൾട്ട് കിട്ടാൻ ആഗ്രഹം. നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്ക് ഇപ്പം എന്നോട് പലരും ചോദിക്കും, എങ്ങനെ അത് ചെയ്യും? എൻ്റെ സന്തോഷം എന്താ? റിസൾട്ടാണ്, സക്സസ് ആണ്. ഞാൻ എടുക്കുന്ന വിഷയങ്ങൾ കുറച്ചു കാലത്തിന് ശേഷം മറ്റ് മാധ്യമങ്ങൾ ഏറ്റെടുക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അവർ ഏറ്റെടുക്കുമ്പോൾ അവർ പറയും എക്സ്ക്ലൂസീവ് ബൈ ഏഷ്യാനെറ്റ്, എക്സ്ക്ലൂസീവ് ബൈ റിപ്പോർട്ടർ. ഒരു പരാതി എനിക്കില്ല. ഞാൻ ഏറ്റെടുത്ത വിഷയം അവർക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. ഇനി അവർ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ അത് വളരെ സ്വാധീനമുള്ള ആളുകളുമായി ബന്ധപ്പെട്ടതാ. പക്ഷേ ജനങ്ങൾ അത് ഏറ്റെടുക്കും. ആ സക്സസ് ആണ് ഞാൻ അനുഭവിക്കുന്ന സന്തോഷം. ഇപ്പം അൽ മുക്താദിർ ജുവലറി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം പൊളിഞ്ഞുപോയി. എത്രയോ കാലമായി ഞാൻ ജനങ്ങളോട് പറയുന്നു, നിങ്ങൾ അവിടെ കൊണ്ട് പണം കൊടുക്കരുത്, അത് സ്വർണ്ണക്കടയേ അല്ല. സ്വർണ്ണക്കടയുടെ പേരിൽ നിങ്ങളുടെ പണം തട്ടാൻ വേണ്ടിയിരിക്കുന്ന തട്ടിപ്പുകാരാണ്. കൊണ്ട് പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തു, കോടതി കൊടുത്തു, എൻ്റെ തെളിവുകൊണ്ട് തട്ടിപ്പാന്ന്. എന്ത് പറ്റി? പെമ്മക്കളെ കെട്ടിക്കാൻ വേണ്ടി വെച്ചിരുന്ന കാശ് പണിക്കൂലിയും പണിക്കുറവുമില്ലാതെ സ്വർണം തരും എന്നാണ് അവരുടെ വാദം. അതൊറ്റ കാരണം കൊണ്ട് തന്നെ തട്ടിപ്പാന്നറിയാം. കാരണം സ്വർണം ഇങ്ങോട്ട് വരുന്നത് ആഭരണ രൂപത്തിലല്ല. ഈ ആഭരണ രൂപത്തിലല്ലാത്ത സ്വർണം ഒരുക്കി ആഭരണമാക്കുമ്പോൾ 2 ചെലവുണ്ടാവും. ഒന്ന്, പണിക്കുറവുണ്ടാവും. സ്വർണം പണിയുമ്പോൾ അതിന് നഷ്ടമുണ്ടാവും. 2, അത് പണിയാൻ കാശ് കൊടുക്കണം. ഇത് രണ്ടും കുറയ്ക്കാതെ, ഇത് രണ്ടിൻ്റെയും തുക കൂട്ടാതെ ഒരു സ്വർണ്ണക്കടക്കാരനും സ്വർണം വിൽക്കാൻ പറ്റത്തില്ല. 1. 2, സ്വർണത്തിന്റെ വിലയിൽ മാറ്റമുണ്ടാവും. ഇന്നത്തെ വിലയ്ക്ക് നാളെ വിൽക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു സ്വർണ്ണക്കടക്കാരൻ നിങ്ങളിപ്പോൾ പണം തരൂ, ഇപ്പോഴത്തെ വിലയ്ക്ക് നിങ്ങൾക്ക് 1 കൊല്ലം കഴിഞ്ഞ് സ്വർണം തരാമെന്ന് പറഞ്ഞാൽ തട്ടിപ്പാണ്. അവർക്ക് പറ്റില്ല. പണിക്കൂലിയില്ല, പണിക്കുറവില്ല, തട്ടിപ്പാണ്. യഥാർത്ഥത്തിൽ ഇവരെന്താ ചെയ്യുന്നത്? നിക്ഷേപ തട്ടിപ്പാണ്. ഇപ്പോൾ പൊളിഞ്ഞുപോയി. പാവപ്പെട്ട മനുഷ്യർ പെമ്മക്കളെ കെട്ടിക്കാൻ വേണ്ടി സമ്പാദിച്ചത് കൊണ്ട് സ്വർണ്ണക്കടയുടെ അകത്ത് കയറിയിരിക്കുക. സ്വർണ്ണമില്ല കടയിൽ, വെറും ക്യാബിൻ മാത്രമേ ഉള്ളൂ. ഇത്തരം തട്ടിപ്പുകളുടെ ലോകത്താണ് ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതിനെതിരെയുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ജോലി ആയതുകൊണ്ട് ചെയ്യുന്നു. നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത്
നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അത് വൃത്തിയായിട്ട് ചെയ്യുക, മനസ്സിലാക്കി ചെയ്യുക, ആത്മാർത്ഥമായിട്ട് ചെയ്യുക. ജീവിതത്തിൽ പരാജയപ്പെടത്തില്ല. നിങ്ങൾ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ, നിരാശ വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യുന്നില്ല, നിങ്ങൾ റിസർച്ച് ചെയ്യുന്നില്ല, നിങ്ങൾ തെറ്റുകൾ മനസ്സിലാക്കുന്നില്ല, നിങ്ങൾ ഫീഡ്ബാക്ക് എടുക്കുന്നില്ല, നിങ്ങൾ ആളുകളോട് ചോദിച്ചിട്ട് എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നില്ല, നിങ്ങളത് തിരുത്താൻ ശ്രമിക്കുന്നില്ല. അങ്ങനെ നമ്മളെ തിരുത്തി മുമ്പോട്ട് പോയാൽ പരാജയപ്പെടില്ല. ഒരു മനുഷ്യനും ജീവിതത്തിൽ പരാജയപ്പെടില്ല. ചെയ്യുന്ന പണി വൃത്തിയായിട്ട് ചെയ്താൽ. അത് മാത്രമാണ് പ്രിയപ്പെട്ട മക്കളെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ആത്മാർത്ഥതയോടുകൂടി പഠിക്കുക, ആത്മാർത്ഥതയോടുകൂടി പണിയെടുക്കുക, കഠിന പ്രയത്നം ചെയ്യുക, ആത്മവിശ്വാസത്തോടെ നീതി ചെയ്യുക. ജയ് ഹിന്ദ്.